ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്താണ് അതിൻ്റെ ദോഷങ്ങൾ, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഡേഞ്ചറസ് ഇഫക്റ്റിനെ കുറിച്ച്, അപകട സാധ്യതയെക്കുറിച്ചാണ്. ഇത് പ്രായമായവരുടെ അറിവിലേക്ക് മാത്രം വേണ്ടിയുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എഐയുടെ അപകട സാധ്യതകളിൽ ഒരു അപകട സാധ്യതയാണ് സ്വകാര്യത. എഐ വലിയ തോതിൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഡേറ്റാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ വ്യക്തിപരവും ആരോഗ്യപരവും സ്വകാര്യപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടാം. ഇത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ സ്വകാര്യത നഷ്ടമാകും. എന്നെപ്പോലെ എഐ ഇമേജിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത പ്രായം കൂടിയ ആൾക്കാർക്ക് പറ്റാവുന്ന ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നാം നൽകുന്ന നിർദ്ദേശങ്ങൾ അഥവാ പ്രോംപ്റ്റുകൾക്കനുസരിച്ച് നാം ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഭംഗിയുള്ളതും കൃത്യതയുള്ളതുമായ ഇമേജുകൾ തരാൻ ChatGPTക്ക് കഴിയും. പലരും ഇതുപോലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ചിലർ നമ്മുടെ അനുകമ്പ പിടിച്ചുപറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് ക്യാച്ചിങ് ആയിട്ടുള്ള തലക്കെട്ടും കൊടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, വികലാംഗയായ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വൃദ്ധയായ മാതാവ്, അല്ലെങ്കിൽ അനാഥനായ ഒരു ബാലൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇമേജുകളായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഇമേജ് കണ്ടാൽ അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നും. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മുതിർന്ന ആൾക്കാർ അത് കണ്ടിട്ട് ദയവ് തോന്നി എന്തെങ്കിലുമൊക്കെ ചില കമൻറ്റുകൾ ഇട്ടെന്നും ഇരിക്കും. നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയ ചിലരെങ്കിലും ഈ കമൻ്റിട്ട ആളുമായി പതിയെ ഒരു കോണ്ടാക്റ്റ് സ്ഥാപിച്ചാലായി. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ഡേറ്റാസ് അവർ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യും. ഇതുമൂലം നമ്മുടെ സ്വകാര്യത നഷ്ടമാകും. ഇത് അപകട സാധ്യത കൂട്ടും. മാത്രമല്ല, ഈ കമൻ്റ് ഇട്ട ആളിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അവർ ചിലപ്പോൾ ഈ ഇമേജിലുള്ള ആൾക്കാരെ സഹായിക്കാൻ എന്ന വ്യാജേന നമ്മളോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെന്നും ഇരിക്കും. ഇത് പോസ്റ്റ് ഇട്ട ആളാകണമെന്നില്ല, അദ്ദേഹം ഇത് അറിയുന്ന പോലും ഉണ്ടാകില്ല. നമ്മളെ കമൻ്റ് കണ്ട് വായിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് മൂലം പലരും ചതിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. 2, സുരക്ഷ. AI സിസ്റ്റങ്ങൾ സുരക്ഷാ അപകടങ്ങളും ഉണ്ടാക്കിയേക്കാം. ഏത് ടെക്നോളജിയും അത് ഉപയോഗിക്കുന്ന ആളിനെ ആശ്രയിച്ചിരിക്കും. നന്മയ്ക്കും ഉപയോഗിക്കാം, അത് തിന്മയ്ക്കും ഉപയോഗിക്കാം. AI ദുഷ്പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സൈബർ ആക്രമണങ്ങൾക്കിടയാക്കും. AI ഉപയോഗിച്ച് മറ്റൊരാളുടെ ശബ്ദത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. മറ്റൊരാളുടെ ഫേസിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ദുരുപയോഗം ചെയ്താൽ വലിയ വിപത്തുകൾ ഉണ്ടാകും. നമ്മുടെ ചിത്രം ഉപയോഗിച്ച് മോശം കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനും അതിന് നമ്മുടെ പേര് കൊടുക്കാനും ഒക്കെ ഉള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. മറ്റൊരാളിൻ്റെ ഫേസ് വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ പറ്റിയാൽ അത് ഒരു അപകടകരമായ കാര്യമായി മാറില്ലേ? ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗൂഗിൾ ജെമിനി, നാനോ ബനാന, വിൻറ്റേജ് സാരീസ് എന്നീ ഫീച്ചേഴ്സ് എല്ലാം ഫോട്ടോ എഡിറ്റിംഗ് ടൂളുകളാണ്. ഇതുമൂലം ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രങ്ങൾ ഒറിജിനലിനെ വെല്ലുന്നതായിരിക്കും. ഒരു ചിത്രം AI നിർമ്മിതമാണോ എന്ന് മനസ്സിലാക്കാൻ SIND-ID വാട്ടർമാർക്ക് പോലുള്ള ചില മാർഗങ്ങളുണ്ട്. എന്നാൽ ഇത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. അതിന് പ്രത്യേകമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചാലേ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇത്തരം മാർഗങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദവും ലഭിച്ചിട്ടില്ല. AI ടൂളുകൾ വിനോദത്തിനും ക്രിയാത്മകമായ കാര്യങ്ങൾക്കുമായി വലിയ സാധ്യതകൾ നൽകുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം.
AI ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് അവയുടെ ദുരുപയോഗം തടയാനുള്ള മാർഗങ്ങളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രായം കൂടിയ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഒരറിവും ചെറുതല്ലെന്ന് ഓർക്കുക. ഗോഡ് ബ്ലെസ് യു.